മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2026-2027 സീസണിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ചുവന്ന ചെകുത്താന്മാർ ആദ്യം നേരിടാൻ പോകുന്നത് ന്യൂലി പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഹൾ സിറ്റിക്കെതിരെയാണ്. ദ ടൈഗേഴ്സ് എന്ന വിളിപ്പേരുള്ള ഹൾ സിറ്റിക്കെതിരെ അവരുടെ സ്റ്റേഡിയമായ MKM സ്റ്റേഡിയം 25,000-ഓളം കാണികൾ അടങ്ങുന്ന ഒരു സ്റ്റേഡിയത്തിനുള്ളിൽ നിന്ന് നമുക്ക് നമ്മുടെ ചുവന്ന ചെകുത്താന്മാർക്ക് ആ 3 പോയിൻറ്റ്സ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിനോടാണ്. ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ്, അല്ലെങ്കിൽ ഡു യു ബിലീവ് ഇൻ എന്താ പറയുക, കോൺസ്പിറസി എന്നൊക്കെ പറയില്ലേ, ഒരു സൂപ്പർസ്റ്റിഷൻ എന്നൊക്കെ പറയില്ലേ, ഡു യു ബിലീവ് ഇൻ ദാറ്റ്? ഞാനത് ചോദിക്കാൻ കാരണം ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഈ പ്രിവ്യൂവും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുറച്ച് ഫാക്ട്സ് ഉണ്ട്, അത് പറയാനാണ്. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ള് കാണാം, കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നിങ്ങളൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കൂട്ടത്തിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമൻറ്റ് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് ഡു യു ബിലീവ് ഇൻ മിറക്കിൾസ് എന്നാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്പിറസീസ് എന്നാണ്. നമ്മൾ ലാസ്റ്റ് ടൈം ഒരു ന്യൂലി പ്രൊമോട്ടഡ് സൈറ്റിനെതിരെ പ്രീമിയർ ലീഗിലെ ആദ്യ ഗെയിം കളിച്ചത് എന്താണെന്നറിയോ? 1992 സീസണിലാണ്. 34 വർഷമായി നമ്മൾ ഈ ഒരു സംഭവം നടത്തിയിട്ട്. അന്ന് നമ്മളെ കളി പൊട്ടി. ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ 2-1 പൊട്ടി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, തീരുമാനമായി മിറാജ് ഇതൊക്കെ ഹൈപ്പൊക്കെ കൊടുത്തിട്ട് അവസാനം മിറാജ് ബ്രോ പറയുന്നത് നമ്മൾ പൊട്ടുന്നതാണോ? മേ ബി നമ്മൾ പൊട്ടിയേക്കാം, ഇല്ലയെന്ന് പറയുന്നില്ല, കാരണം ഇത് ഫുട്ബോളാണ്. മിറാക്കിൾസ് ഡു ഹാപ്പൻ. പക്ഷെ അന്നൊരു മിറാക്കിൾ സംഭവിച്ചു. നമ്മൾ ആ കളി പൊട്ടിയ സമയത്ത് അന്ന് അലക്സ് ഫെർഗൂസൺ ഓൾമോസ്റ്റ് സാക്കാവും. അതായത് നമ്മുടെ സർ അലക്സ് ഫെർഗൂസൺ ഓൾമോസ്റ്റ് സാക്കാവും എന്നൊരു രീതിയിലാണ് അന്നത്തൊക്കെ ന്യൂസ് വന്നിരുന്നത് ആ ഷെഫീൽഡിൻ്റെ പൊട്ടിയ സമയത്ത്. പക്ഷേ ആ ഫസ്റ്റ് കളി നമ്മൾ പൊട്ടിയല്ലോ. അതേ സീസണിലാണ് സർ അലക്സ് ഫെർഗൂസിൻ്റെ ആദ്യ പ്രീമിയർ ലീഗ് അദ്ദേഹം നേടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വെച്ചിട്ട്. അതിനുശേഷമാണ് ഇന്ന് കാണുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അതാ ഈ ജേഴ്സിയൊക്കെ അല്ലേ, ഇങ്ങനത്തെ ജേഴ്സിയൊക്കെ ഐക്കോണിക് ആയത് അന്നത്തെ തുടക്കത്തിന് ശേഷമാണ്. 26 വർഷത്തിന് ശേഷം 92-93 സീസണിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് എടുക്കുന്നത്. അതും ന്യൂലി പ്രൊമോട്ടഡ് ആയിട്ടുള്ള ഷെഫീൽഡ് യുണൈറ്റഡിനെതിരെ പൊട്ടിക്കൊണ്ടാണെന്ന് ചരിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആ സീസൺ നമ്മൾ കപ്പടിച്ചു. അതുപോലെ ഇന്ന് കാരിക്കിൻ്റെ ചുവന്ന ചെകുത്താന്മാർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അതോ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഞാൻ ഹൈപ്പ് തരില്ല, പക്ഷേ ഡു യു ബിലീവ് ഇൻ മിറാക്കിൾസ്? കാരണം പല ആൾക്കാർക്കും വേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കണമെന്നാണ്. പല ഫാൻസിനും, എല്ലാ ഫാൻസിനും, പല ഫാൻസല്ല എല്ലാ ഫാൻസിനും. അത് സംഭവിക്കില്ലേ എന്നുള്ളത് നമുക്ക് 2026-2027 സീസണിൽ കണ്ടറിയണം. അതിന് കൂട്ടത്തിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളിച്ചത് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ആർസണൽ അറ്റ് ഹോം ആയിരുന്നു. പൊതുവേ നമ്മുടെ ഓപ്പണിംഗ് മാച്ചസ് ഒക്കെ ഓൾഡ് ട്രാഫോർഡാണ് നടക്കാറ്. പക്ഷേ 11 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഒരു എവേ മാച്ചിൽ നമ്മൾ പോയി കളിക്കാൻ പോകുന്നത്. അതായത് ഒരു പ്രീമിയർ ലീഗിലെ ഫസ്റ്റ് ഗെയിം നമ്മൾ 11 വർഷത്തിന് ശേഷമാണ് എവേ ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പോകുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉള്ളത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഹിസ്റ്റോറിക്കലി പ്രീമിയർ ലീഗിലെ എന്താ പറയുക എല്ലാ ഓപ്പണിംഗ് മാച്ചസും ജയിച്ച ടീമിൽ ഫസ്റ്റ് ഉള്ളത്. 22 വട്ടമാണ് നമ്മൾ ഓപ്പണിംഗ് മാച്ചസ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾക്ക് ഈ കളിയിൽ കുറേ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളുണ്ട്. അഗെയിൻസ്റ്റ് ഹൾ സിറ്റി വരുമ്പോൾ കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്ട്സ് ഉണ്ട് ഇതിൽ പറയാനായിട്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ കളി ആര് ജയിക്കും? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിക്കുമോ, ഹൾ സിറ്റി സമനില നേടുമോ, അതോ ഹൾ സിറ്റി നമ്മളെ തളച്ചുകൊണ്ട് കളി ജയിക്കുമോ എന്നുള്ളതാണ്. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് കൂടി പറഞ്ഞുതരാം. നമ്മൾ ഏകദേശം 4-5 വട്ടം ഹൾ സിറ്റിക്കെതിരെ മുമ്പ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ മാച്ചിലും വളരെ ടൈറ്റ് മാച്ചായിരുന്നു. അതായത് നമ്മൾ ഒട്ടുമിക്ക മാച്ചും ഒന്നിലെ റെഡ് കാർഡ് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ 1-0 ജയിച്ച് പോന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ ലാസ്റ്റ് കളിച്ചത് 2016 അന്ന് 1-0 നമ്മൾ ജയിച്ചത് അവരുടെ ഗ്രൗണ്ടിൽ. അതിന് മുമ്പ് കളിച്ച സമയത്ത് 0-0 ഡ്രോ ആയിരുന്നു. അതിൽ നമുക്ക് റെഡ് കാർഡ് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് 2013 കളിച്ച സമയത്ത് 3-2 നമ്മൾ ജയിച്ചത്, 1 ഗോൾ ഡിഫറൻസിലായിരുന്നു. അന്നും റെഡ് കാർഡ് കിട്ടി. അതിന് മുമ്പേ 2009 നമ്മൾ കളിച്ചത്, അത് 3-1 നമ്മൾ ജയിച്ചു. സോ നിങ്ങൾക്ക് ഇവിടെ എടുത്താൽ മനസ്സിലാവും, ഹിസ്റ്റോറിക്കലി നമ്മുടെ ഒരു ഹൾ സിറ്റി യുണൈറ്റഡ് വരുമ്പോൾ ടൈറ്റ് മാച്ചാണ് ഉണ്ടാവാറ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ടൈറ്റ് മാച്ചായിരിക്കും. ഫസ്റ്റ് മാച്ചാണ് എസ്പെഷ്യലി. ഒരു സിൻഡിലേറ്റിംഗ് പെർഫോമൻസിന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. വളരെ ടൈറ്റ് സ്കോർ ലൈൻ ആയിരിക്കും. മേ ബി ഒരു 1-0, 1-1, 2-2, 2-1 ഒക്കെ ആവാം. അപ്പോൾ നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കോമൻറ്റ് ചെയ്യുക. എൻ്റെ പ്രഡിക്ഷൻ ഞാൻ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഹൾ സിറ്റി നടത്തിയ സൈനിങ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുന്നൊരു പേര്, അത് ആക്ച്വലി ഇവനാണ്, മൊറീറ്റ. ഇവനറിയോ? ഇവൻ നമ്മുടെ അമോറിമിൻ്റെ അണ്ടറിൽ സ്പോർട്ടിംഗ് ലിസ്ബണിൽ മിഡ്ഫീൽഡർ ആയിരുന്നു. 31 വയസ്സ് മാത്രം പ്രായമുള്ള ജാപ്പനീസ് താരമാണ്. മൂപ്പരിപ്പോൾ ഹൾ സിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറച്ച് നല്ല പ്ലെയേഴ്സും ഹൾ സിറ്റിക്ക് ഉണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഈസി ഗെയിം ആയിരിക്കില്ല. അവരുടെ ഒരു ഇനീഷ്യൽ സ്ക്വാഡ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. പലർക്കും ഇവരൊന്നും അറിയുന്നുണ്ടാവില്ല, കാരണം ഇവർ ന്യൂലി പ്രൊമോട്ടഡ് ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്
നമ്മൾ നേരത്തെ പറഞ്ഞ മൊറീറ്റിൻ്റെ കൂടെ മെക്ബേണിയുടെ ഗോളിൽ നിന്നാണ് ഹൾ സിറ്റി ചാമ്പ്യൻഷിപ്പ് പ്ലേ ഓഫിൽ ജയിച്ചുകൊണ്ട് മിഡിൽസ്ബ്രോനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രീമിയർ ലീഗിലോട്ട് കാലെടുത്ത് വെച്ചത്. സോ മെക്ബേണി നമുക്കൊരു തലവേദനയായിരിക്കും. എസ്പെഷ്യലി അവരുടെ ഏരിയൽ ബോൾസൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അത് ഞാൻ പറയാൻ കാരണം ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത സമയത്ത് ഹൾ സിറ്റിയുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലെ ആവറേജ് ഹൈറ്റ് എത്രയെന്ന് അറിയോ? 184.7 സെൻറ്റിമീറ്ററാണ് ആവറേജ് ഹൈറ്റ് പ്ലേയേഴ്സിൻ്റെ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റാർട്ടിംഗ് ഒരു ആവറേജ് ഹൈറ്റ് വരാൻ പോകുന്നത് മിക്കവാറും 182.3 ആയിരിക്കും. അപ്പോൾ നമ്മളെക്കാട്ടും കുറച്ച് ഹൈറ്റ് ഉണ്ടായിരിക്കും അവന്മാർക്ക്. അപ്പോൾ ഏരിയൽ ഡ്യുവൽസ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഹൾ സിറ്റി എനിക്ക് ലാസ്റ്റായിട്ട് പ്രീമിയർ ലീഗ് കളിച്ചത് 2016 എന്തോ ആണ്. അപ്പോൾ അതിനുശേഷം അവർ പിന്നെ കളിച്ചിട്ടില്ല. സോ കുറേ വർഷത്തിന് ശേഷമാണ് അവർ കളിക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ എന്താ പറയുക, ഒരു ആവേശം ഉണ്ടായിരിക്കും അവർക്ക്. അതായത് പെട്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കൈ കിട്ടുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിമിൽ തന്നെ തോൽപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും ആവേശമായിരിക്കും. ഒരു സീസണിലോട്ട് അതൊരു എന്താ പറയുക, ഒരു ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഹൾ സിറ്റിക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിട്ടുകൊടുക്കില്ല, നല്ല ഫൈറ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് വി വിൽ വിൻ ദിസ് മാച്ച് ഒരു 1-0 അല്ലെങ്കിൽ 2-1 എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ആ ടീം 1-0, 2-1 എങ്ങനെ ജയിക്കും അല്ലെങ്കിൽ എന്തുകൊണ്ട് ജയിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ആരായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ്. ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന മെയിൻ പ്ലെയേഴ്സ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോട്ട് ഇവരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രൂണോ ഫെർണാണ്ടസ് സ്റ്റാർട്ട് ചെയ്യും, ഒരു സംശയമില്ല. ബ്രൂണോ ഫെർണാണ്ടസും ലാമൻസും ആയിരിക്കും ഗോൾ കീപ്പറും അതേപോലെ തന്നെ നമ്മുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്കിവിടെ സ്ട്രൈക്കറായിട്ട് എംബൂമോ ആയിരിക്കും വരാൻ പോകുന്നത്. സെസ്കോ ഫുള്ളി ഫിറ്റ് അല്ല. ലെഫ്റ്റ് വിങ്ങിലോട്ട് ഐ തിങ്ക് മിക്കവാറും കുനിയനായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഐ ഡോണ്ട് തിങ്ക് ഡോർഗു ഈ ഗെയിമിന് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പ്ലെയറായിട്ട് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി നമ്മൾ കൂടുതലും അറ്റാക്കിംഗ് ഫേസിലായിരിക്കും, അവർ കൂടുതലും കൗണ്ടർ അടിക്കാൻ നോക്കുകയായിരിക്കും ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുനിയായിരിക്കും ക്യാരിക്ക്, എൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ, പ്രഡിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്യാരിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് വിങ്ങിലോട്ട് എനിക്ക് വേണം അമാദായിരിക്കും. കാരണം അമാദിൻ്റെ ട്രിക്കറി, ഡ്രിബ്ലിംഗ് സ്കിൽസൊക്കെ ഈ ഗെയിമിൽ എന്തായാലും അത്യാവശ്യമായിരിക്കും. മിഡ്ഫീൽഡിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കൂടെ ഐ തിങ്ക് വി വിൽ സ്റ്റാർട്ട് ടിലമെൻസ് ആൻഡ് ആൻഡ്രെ സാന്റോസ്. കാരണം ഈ ഗെയിമിൽ ആൻഡ്രെ സാന്റോസിൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പണി വാങ്ങും, ഒരു സംശയം വേണ്ട. മെയിനും ടിലമെൻസൊക്കെയാണ് കളിക്കണമെങ്കിൽ കൗണ്ടർ വന്നതിന് നമുക്കറിയാം രണ്ടുപേർക്ക് ഓടി പിടിക്കാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു സാന്റോസിൻ്റെ ഒരു ഡിഫെൻസീവ് കവർ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഒരു ഡിഫെൻസീവ് ഷീൽഡ് ഈ ഗെയിമിൽ മസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ പ്രിഫേർഡ് മിഡ്ഫീൽഡ്. സാന്റോസ് നമ്പർ 6ഉം ടിലമെൻസ് നമ്പർ 8ഉം ബ്രൂണോ നമ്പർ 10ഉം. ഡിഫൻസിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെഗ്വർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സംശയം വേണ്ട. കാരണം ഈ ഗെയിമിൽ മെഗ്വർ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. ഹൈറ്റ് അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞ സംഭവം. കൂട്ടത്തിൽ ഏഡൻ ഹെവൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏരിയൽ എബിലിറ്റി വിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏരിയൽ എബിലിറ്റിയുള്ള ഒരു ഡിഫൻഡറാണ്. അതുമാത്രമല്ല മിഡ്ഫീൽഡോട്ട് കയറി പന്ത് പ്രോഗ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് നല്ലപോലെ ഡിവൽസ് വിൻ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയറും കൂടിയാണ് ഏഡൻ ഹെവൻ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഏഡൻ ഹെവൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോ ആയിരിക്കും, വേറെ ആരും നമുക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ആരെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയില്ല, നിങ്ങൾക്ക് താഴെ കോമൻറ്റിൽ പ്രെഡിക്റ്റ് ചെയ്യാം. റൈറ്റ് ബാക്കായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിയാഗോ ഡാലോ ആയിരിക്കും. സോ ഇതായിരിക്കും നമ്മുടെ പ്രിഫേർഡ് അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു എക്സ്പെക്റ്റഡ് ഫസ്റ്റ് 11 എന്നാണ് എനിക്ക് തോന്നുന്നത് ഹൾ സിറ്റിക്കെതിരെ. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്തായിരിക്കും തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ചെയ്യുക. കൂടുതൽ എനിക്ക് പറയാനുള്ളത് മേസൺ മൗണ്ടും ഡിലിറ്റും അതേപോലെ തന്നെ സെസ്കോയും ഫുള്ളി ഫിറ്റ് അല്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. സെസ്കോ ടീമിലുണ്ടായിരിക്കും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളത് അറിയില്ല, മിക്കവാറും ഡൗട്ടാണ്. എന്തായാലും മൗണ്ടും ഡിലിറ്റും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടീം, നമ്മൾ സ്ക്വാഡ് ഇതാണ് ബേസിക്കലി. അപ്പോൾ ഫസ്റ്റ് മാച്ചാണ്, തീർച്ചയായിട്ടും നമുക്ക് 3 പോയിൻറ്റ്സ് വളരെ നിർബന്ധമാണ്, അനിവാര്യമാണ്. ഈ ഗെയിമിൽ നമുക്ക് 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫാൻസിൻ്റെ മൂഡ് എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഗെയിമിൽ 3 പോയിൻറ്റ്സ് കിട്ടാതെയും നമ്മൾ വിൻ ചെയ്യുമോ പ്രീമിയർ ലീഗ് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ എനിക്ക് അറിയേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ അധികം ഹോപ്പൊന്നും തരുന്നില്ല, എനിക്ക് കണ്ട ഡേറ്റ ഞാൻ പറഞ്ഞതാണ്. എന്തായാലും നല്ലൊരു തുടക്കമാകട്ടെ. ഇത് നമ്മുടെ ഈ സീസൺ നമ്മൾ അടിച്ച് പൊളിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കീപ്പ് യുവർ എക്സ്പെക്ടേഷൻസ് ലോ. കിട്ടിയ ലോട്ടറി പോയാൽ പോട്ടെ, അങ്ങനത്തെ ഒരു സീസൺ, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, കാരണം ഫസ്റ്റ് ഗെയിമാണ്. കൂട്ടത്തിൽ പുതിയ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ പുതിയ ജേഴ്സിയാണ്, എൻ്റെ കുറേ കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ജേഴ്സിയാണിത്. AIG, ആ ഒരു ഐക്കോണിക് AIG ജേഴ്സി. ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇത് ചാമ്പ്യൻസ് ലീഗ് നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കളിച്ച റൊണാൾഡോ ഇട്ടൊരു ജേഴ്സിയാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ബാക്കിൽ എഴുതിയിട്ടുള്ള റൊണാൾഡോ ആണ്. റൊണാൾഡോ നമ്പർ 7 എന്നുള്ളതാണ്.
ഇത് ഞാൻ എവിടെ നിന്ന് മേടിച്ചു എന്നൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് DM ചെയ്യാം, ഇൻസ്റ്റയിൽ DM ചെയ്യാം, ഞാൻ പറയാൻ എവിടെ നിന്ന് മേടിച്ചുള്ളത്. പക്ഷേ ഹൈ ക്വാളിറ്റി അടിപൊളി സാധനമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ഫിറ്റാണ്, അടിപൊളി സാധനം. ഐ തിങ്ക് ഐ കീപ് വെയറിങ് ദിസ് ഈ ഒരു സീസൺ ത്രൂ ഔട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഐ വിൽ സീ യു ആഫ്റ്റർ ദ മാച്ച്. Enjoy the match. This is Miraj signing off from Stratford Signal. Glory, glory, Manchester United.